ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ഇവിടെ നിൽക്കുമ്പോഴത്തോണം നമ്മൾ അഭിഷേകത്തിൻ്റെ വാതുക്കല നിൽക്കുന്നത്, കൃപയുടെ വാതുക്കല നിൽക്കുന്നത്. പക്ഷെ സ്വന്തമാക്കാൻ നിനക്ക് പറ്റുമോ? വിശുദ്ധീകരിക്കുക, അനുദപിക്കണം. ആഴമേറിയ പശ്ചാത്താപം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം, ദൈവത്തോട് മാപ്പ് പറയണം. നീ വിശുദ്ധീകരിക്കണം. കള്ളത്തരം വെച്ചുകൊണ്ട് അഭിഷേകം മേടിക്കാൻ പറ്റില്ല. ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷകൾ വേറെ ഞങ്ങളുണ്ട്. 10, 15, 20 വർഷം ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും കണ്ട് അഭിഷേകമില്ല. കാരണം വെച്ചാൽ ഒറ്റ കാരണമുള്ളേ, ശുദ്ധീകരിച്ചിട്ടില്ല. ഇതൊരു പെർഫോമൻസ് ആയിട്ട് മാറുകയെ, ഒരു പ്രകടനമായിട്ട്, ഒരു കലാപരിപാടിയായിട്ട് മാറും. അപ്പം അനോന്യം കിട്ടില്ല. അനോന്യം കിട്ടണമെങ്കിൽ വേണ്ടത് വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. എഫേസ്യസ് 4:22-25 വചനം ഉണ്ടല്ലോ. അതായത് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യരെ ഉരിഞ്ഞു മാറ്റണം. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ. അല്ല, പുതിയ വീഞ്ഞ് ഒരിക്കലും പഴയ തോൽക്കുടത്തിൽ ഒഴുക്കരുതെന്ന് പറഞ്ഞത്. ഒഴുക്കില്ല. വചനത്തിൽ എഴുതിയിട്ടുണ്ട്, പഴയ തോൽക്കുടം മാറണം. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, അവഹിത ബന്ധം, ഇല്ലീഗൽ റിലേഷൻഷിപ്സ്, അന്ധവിശ്വാസങ്ങൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, കള്ളത്തരങ്ങൾ, വഞ്ചനയ്ക്കുന്ന സ്വഭാവങ്ങൾ, നുണ പറയുന്ന, അപവാദം പറയുന്ന ഇത് പഴയ ഈ തോൽക്കുടം കൊണ്ട് വന്നിരിക്കുക. ജെറമിയ 4:14 ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയ എന്ന് വെച്ചാൽ ഒരു ചെറിയ പൊടി പോലും ദുഷ്ടത ഉണ്ടാകരുത്. വെറുപ്പ്, വിദ്വേഷം, പാക, അഹങ്കാര, അഹന്ത, സൂയ, അലസത, കള്ളത്തരം, വക്രത, പണത്തിനു വേണ്ടി എന്ത് കുസൃതിയും കാണിക്കും. ആമേൻ. അവിടെ പറയാ, ശുദ്ധീകരിച്ച് കയറി വരിക, ശുദ്ധീകരണം കഴിഞ്ഞു വരിക. പ്രൈസ്. അപ്പോൾ എല്ലാവരെയും ശുദ്ധീകരിച്ച് കൊണ്ടുവരും. അപ്പോൾ വന്നിട്ട് നോക്കുകയാണ്. എന്നിട്ട് സാമുവേൽ പ്രവാചകൻ തൻ്റെ കയ്യിൽ ഒരു കൊമ്പിനകത്ത് നിറച്ച് തൈലം, അഭിഷേക തൈലം സൂക്ഷിച്ചു വെച്ചിരിക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ആരുടെ മേൽ ഒഴുക്കുന്നു, അവൻ്റെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, തൈലം ഒഴുക്കുമ്പോൾ അവൻ്റെക്ക് ആത്മാവ് നിറഞ്ഞു. അഭിഷേകം ഒഴുകും, അവൻ തലയിലേക്ക് ഒഴുക്കാൻ, അഭിഷേകമാക്കുക, ഈശോടൊക്കെ ദൈവത്തിൻ്റെ ശക്തി കൊടുക്കുക, ശക്തിപ്പെടുത്തുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ അഭിഷേകം ഒഴുക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഈ അഭിഷേകം വെറുതെയാവും, ഒഴുകില്ല ഒത്തോട്ടെ. ശുദ്ധീകരണം കഴിഞ്ഞു വരുമ്പോഴാണ് അഭിഷേകം ഇറങ്ങുള്ളൂ. ഇതുവരെയായിട്ടും വരങ്ങളും ദാനങ്ങളും അഭിഷേകങ്ങളും വെളിപ്പെടാൻ നമ്മൾക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. കാപട്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എളിമപ്പെടണം, ശിശുക്കളെ പോലെ ആകണം. ശിശുക്കളെ പോലെ. അതാണ് മത്തായി 18:1-4 വരെ. ശിശുക്കളെ പോലെ ആയിത്തീരണം. കുഞ്ഞുങ്ങളെ പോലെ ആണ്. അതാണ് സങ്കീർത്തനം 130 പറയുന്ന പോലെ ശിശുക്കളെ പോലെ ആണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 11:25-26 പിതാവേ, നീ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും അഭിഷേകം മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിമാന്മാർക്കൊന്നും അഭിഷേകത്തെ കുറിച്ച് അറിയത്തില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയത്തില്ല.
അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ശിശുക്കൾക്ക് വെളിപ്പെടുത്തു, ശിശുക്കൾക്ക് വെളിപാട് കിട്ടും. വിശുദ്ധിയുള്ള ശിശുക്കളിൽ എന്താ? കള്ളത്തരയില്ല, വഞ്ചനയില്ല, തിന്മയില്ല. അവരെല്ലാം പുതിയ തോൾക്കൂടാ. സ്തുതിക്ക്. അതുകൊണ്ടല്ലേ 13-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ സുസന്ന എന്ന് പറയുന്നൊരു മകള്, അതായത് ഒരു കുടുംബിനിയെ 2 ന്യായാധിപന്മാർ കൂടിയിട്ട് നശിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. നടക്കാതെ വന്നപ്പോൾ അവസാനം അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ, നമുക്ക് വിചാരണ നടത്തി അവൾക്ക് വിധി പ്രഖ്യാപിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനം എടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവളെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുപോകാണ്ട് കാണാം. ദാനിയേൽ എന്ന് പറയുന്ന ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധമായ ആത്മാവിനെ മാത്രമേ ഉണർത്താൻ പറ്റുള്ളൂ. പാപത്തിൽ കിടക്കുന്നൊരു ആത്മാവിനെ ഉണർത്താൻ പറ്റില്ല. Can you follow me? വിശുദ്ധമായ ആത്മാവിനെ ഉണർത്തി, നിഷ്കളങ്കമായ ഹോളിനെസ് ആവശ്യമാണ് പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കാൻ. വിശ്വസിക്കുന്നോ? ഇന്ന് സംഭവിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവ് നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധീകരിച്ചു കൊണ്ട് തൈലം ഒഴുക്കണം. വിശുദ്ധിയുള്ളവരിലേക്ക് ഒഴുക്കാൻ പറ്റുള്ളൂ. തൈലം കൈ പിടിച്ചുകൊണ്ട് നടക്കണേ. അഭിഷേകം ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ എല്ലാ കാലം ഞങ്ങളൊക്കെ ഈശോ ഇങ്ങനെ തരും. ഞങ്ങൾക്ക് ഇത് കൊടുത്തു എന്തെങ്കിലും ഒഴുക്കൊടുക്കാൻ ആഗ്രഹിച്ച് നടക്കും. പക്ഷെ നടക്കില്ല. പലപ്പോഴും സങ്കടം വരും. കാര്യമെല്ലാം ധ്യാനമൊക്കെ കൂടിയിട്ട് ഒരുങ്ങി വരുന്നത്. ചിലപ്പോൾ 5 തൊട്ടും 10 വർഷം കൂടെ നടക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. എളിമപ്പെടുക. 1 പത്രോസ് 5:5-7 വരെ വചനം. കർത്താവിന്റെ ശക്തമായ കരത്തിൻ കീഴ് താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തി. തക്ക സമയത്ത് ഉയർത്തുന്ന വെച്ചാൽ തക്ക സമയത്ത് നിങ്ങൾക്ക് അഭിഷേകം തരും. എളിമപ്പെട്ട് നിൽക്കുന്നവന് തക്ക സമയത്ത് അഭിഷേകം കിട്ടിയിരിക്കും. ദൈവം ഒരു സമയത്ത് അഭിഷേകം, എളിമയുള്ള മക്കൾ അഭിഷേകം കർത്താവ് കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് ലൂക്കാ 1:47-48 ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചത്. അതാണ് സംഭവിക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ പറഞ്ഞൊരു സാക്ഷിയുണ്ടല്ലോ. അതായത് അമേരിക്കയിൽ നിന്നൊരു കുടുംബം, അപ്പനും അമ്മയും കൂടെ ഇവിടെ വന്നേ. അവർ മോളെയും കൊണ്ട് 13 വയസ്സ് 14 വയസ്സ് 12 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി. ആ കൊച്ചിന് വിറ്റിലേക്ക് വെള്ളപ്പാണ്ട്, ജന്മനാ ഉള്ള വെള്ളപ്പാണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ 4 വർഷത്തോളം അവിടുത്തെ അമേരിക്കയിൽ ചികിത്സകളൊക്കെ നടത്തിയിട്ട് ഡോക്ടർമാർ പറഞ്ഞത് ജനറ്റിക്കൽ പ്രശ്നമാണ്, ഹെറിഡിറ്ററി പ്രശ്നം. അവർക്ക് അവിടെ വരെ പോകാനേ പറ്റുള്ളൂ. കാരണം അതിന് മുകളിൽ ഒരാളെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മക്കൾ ലോകത്തുണ്ട്. അവർ തന്നെ അവരുടെ ബുദ്ധിയെ അടച്ചു. കൃപയുടെ വാതിൽ അടച്ചവർ അവർ തന്നെയാണ് അടച്ചത്. നമ്മളാരും അടച്ചത്. അവർ തന്നെ അവരുടെ വായനകളും അവരുടെ പഠനങ്ങൾ കൊണ്ട് ദൈവരാജ്യത്തെ അടച്ചു. ഒത്തിരി മക്കളിങ്ങനെ അടച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് അഭിഷേകം. അതുകൊണ്ട് ഈ ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുമ്പിൽ കല്ലിരിക്കുന്ന പോലെ ഒത്തിരി പേര് മരിച്ചവനെ അടക്കി വെച്ചിരിക്കുക. അവൻ തന്നെ പല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ആ കല്ലിനപ്പുറത്ത് നിൽക്കുന്നൊരു ഉത്ഥിതനായ യേശു നിൽപ്പുണ്ട്. ജീവിക്കുന്ന ദൈവം അവിടെയുണ്ട്. സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തെ നീ കാണണം. എല്ലാവരും ആ കല്ലുകൊണ്ട് തീരുകയാണ്. അതിനപ്പുറത്തേക്ക് ഇനിയൊന്നുമില്ല. സ്തുതിച്ചേ. ആമേൻ. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 12:14 വചനം, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി വീണ്ടും വചനത്തിലേക്ക് വരിക. അപ്പോൾ ചോദിച്ചേ, അപ്പോൾ അവൻ ബത്ലഹേമിലെത്തി. ശ്രേഷ്ഠന്മാരിൽ അവനെ കാണാൻ വന്നു. അവർ ചോദിച്ചു, അങ്ങയുടെ വരവ് ശുഭസൂചകമോ? അതെ. അവൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്ത് വരുവേൻ. അനന്തരം അവൻ ജസ്സയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാവിനെ നോക്കി, മൂത്ത ആളിനെ നോക്കി. അവൻ നല്ല യുദ്ധമൊക്കെ ചെയ്ത് യുദ്ധത്തിൻ്റെ പടത്തലവനായിട്ട് നടന്നവനാ. അവൻ നല്ല കായിക അഭ്യാസം എല്ലാം പഠിച്ചു, നല്ല കഴിവും നല്ല ബുദ്ധിയും യുദ്ധമൊക്കെ നയിച്ചിട്ടുള്ള ആൾക്കാരാണ്. പ്രൈസ് ദി ലോർഡ്.
അവനെ കണ്ടപ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. പ്രസലോഷ് ഒരു തോന്നലുണ്ടായി, ഇവൻ അഭിഷിക്തനാണ്, ഇവനാണ്. കണ്ട നല്ല നോട്ടം, നല്ല ഷേപ്പ്, നല്ല പൊക്കം, നല്ല ഉയരം, നല്ല വണ്ണം, നല്ല കഴിവ്, ഒരു ജനത്തെ കൊണ്ടുപോകാനുള്ള നല്ല ബുദ്ധിയുണ്ട്. ഇതേ ഉള്ളൂ. അത് തോന്നി, പ്രവാചകന് തോന്നുന്നു. പ്രസലോഷ് നമുക്ക് തോന്നും, അടുത്ത് നിൽക്കുന്ന അഭിഷേകം മിടുക്കന, നല്ല കഴിവ്. ചില മക്കളെ മോക്ക് പറ്റിയ ഭർത്താവ്, മോന് പറ്റിയ ഭാര്യ, നോട്ടം നമ്മളെ ഭാഗ്യമായ നോട്ടം. കാരണം അഭിഷേകം ഇല്ലാത്തവന് ഈ ഭാഗ്യം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പരിശുദ്ധമാവില്ലാത്തവർക്ക് ഭാഗ്യമായത് മാത്രമേ കാണാൻ പറ്റൂ. ഒരു നിമിഷം സാമൂഹ്യ പ്രവാചകന് പോലും അങ്ങനെ പറ്റിപ്പോയി. തോന്നി. പക്ഷെ പേടിക്കേണ്ട, പ്രവാചകരെ പേടിക്കേണ്ട. തോന്നിയാലും പ്രവാചകനെ ദൈവം തിരുത്തിക്കോളും. സാമൂഹ്യ പ്രവാചകൻ ദൈവത്തിനും ജീവിതം മുഴുവൻ കൊടുത്തയാളാണ്. പ്രസലോഷ് ദേവാലയത്തിൽ ആരംഭിച്ച ജീവിതമാണ് ആളുടെ. പ്രസലോഷ് ദേവാലയത്തിൽ ഹേലി എന്ന പ്രയോജൻ്റെ കൂടെ ജീവിച്ച് വളർന്ന അഭിഷേകം അവിടെ വെച്ച് കിട്ടിയവനാണ്. അതുകൊണ്ട് അവൻ്റെ കൂടെ ദൈവം മരണം വരെയുണ്ട്. പ്രസലോഷ് അതുകൊണ്ട് അവൻ്റെ മാനസികമായ ചിന്ത വന്നാലും പരിശുദ്ധം പറയും, അത് നിൻ്റെ ചിന്ത, പക്ഷേ എൻ്റെ ചിന്ത. ഈ രണ്ട് ചിന്ത തമ്മിൽ തിരിച്ചറിയാനുള്ള കൃപയാണ് പരിശുദ്ധാത്മാവ്. നിനക്കുണ്ടാകുന്ന ചിന്ത നീയാണോ ചിന്തിക്കുന്നത്, പരിശുദ്ധാത്മാവാണോ തിരിച്ചറിയണമെങ്കിൽ അഭിഷേകം വേണം. ആമേൻ. അപ്പോൾ ഒന്ന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. കർത്താവ് പറഞ്ഞേ, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാ. അവൻ്റെ ആകാരവടിവോ സൗന്ദര്യമോ ഒന്നും നോക്കണ്ട, ഞാൻ അവനെ തിരസ്കരിച്ചതാ. അവനല്ല. കാരണം എന്താ? അവൻ്റെ ഉള്ളിൽ കള്ളത്തരമുണ്ട്. അവൻ ദൈവത്തെ വഞ്ചിച്ചിട്ടുണ്ട്, വക്രത കാണിച്ചിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്. പുറമേ നല്ല വേഷം കെട്ടും, നല്ല സൂപ്പറാ. ആത്മീയതയുടെ വേഷം കെട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളിലൊന്നും ഇല്ല. രണ്ട് വള്ളത്തില കാല് വെച്ചിരിക്കുന്നു. അപ്പോഴോ അവിടെ വെച്ച് പറയാ, അവൻ്റെ ആകാരവടിവോ അവൻ്റെ സൗന്ദര്യം ഉയരമോ നോക്കണ്ട. നല്ല ഉയരമൊക്കെ ഉണ്ട്, യുദ്ധത്തിന് പോയാൽ നല്ല വിജയം കിട്ടും. ബുദ്ധി നോക്കിയിട്ട് കാര്യം അവനെ കൊണ്ടൊരു കാര്യമില്ല. പ്രസലോഷ് അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. പ്രസലോഷ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അത് സാമുവേൽ പറയാ, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. പ്രസലോഷ് ഒരു കുടുംബം, ഒരു ദേശം, ഒരു കുടുംബമൊക്കെ തകരുന്നത് കാണുമ്പോൾ ഓർത്തോണം, അത് മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. പ്രസലോഷ് അടുത്ത വചനം പറയാം, കേട്ടോണം. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവ് ആകട്ടെ ഹൃദയഭാവത്തിലും. പ്രസലോഷ് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ. ഹൃദയത്തിൻ്റെ ഭാവം, അവൻ്റെ ഹൃദയം ആരോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു, അവൻ ആരോടാണ് റിലേഷൻഷിപ്പ്, അവൻ ആരെയാണ് സ്നേഹിക്കുന്നത്, അവൻ്റെ ഉള്ളിൽ കള്ളത്തരമുണ്ടോ, അവൻ ജനുവിനാണോ, അവൻ വിശുദ്ധിയിലാണോ, അവൻ കാപട്യമുള്ളവനോ, അവന് അനുതാപമുണ്ടോ, അവന് പശ്ചാത്താപമുണ്ടോ, അവൻ്റെ തെറ്റുകളോ, അത് നോക്കുകയാണ്. ദൈവത്തിന് കാണാം. അവൻ ദൈവം ഉള്ളിലോട്ട് അല്ല വായിക്കൂടെ പറഞ്ഞ് കർത്താവ് കേൾക്കില്ല. ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആളുകൾ കൂടി പ്രാർത്ഥിക്കുമ്പോഴേ, സൗഖ്യ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോഴേ ശരിക്കും കാണാവേ ഈ ഞാൻ നോക്കി, കർത്താവ് നീ എന്തെങ്കിലും വേർതിരിക്കുന്ന ആൾക്കും സൗഖ്യം കൊടുത്തു, നീ ആൾക്ക് കൊടുത്തില്ല. ഈ ആൾക്ക് കൊടുത്തു, ആ കൊടുത്തില്ല. എന്താ തമ്പുരാൻ ഇതിൻ്റെ കാരണം? അപ്പോൾ ഈശോ ഇത് തന്നെയാണ്, നീ നോക്കണ്ട, ബാഹ്യമായതൊക്കെ ഒരു കാര്യമില്ല. ആ ആളെ അനുദവിച്ചിട്ടില്ല. ഇവിടെ അനുതാപമുണ്ട്. ഈ വ്യക്തി പാപം ഉപേക്ഷിച്ചിട്ടുണ്ട്, ഈ വ്യക്തി പാപം ഉപേക്ഷിച്ചിട്ടില്ല. ഈ പുള്ളി പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചു, അത് ചെയ്തു, ഇത് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ കാര്യത്തിന് തീരുമാനം ഉള്ളുകൊണ്ടൊന്നും നടന്നിട്ടില്ല. പ്രസലോഷ് യേശുവെ സ്തുതിക്കുക. അതുകൊണ്ടാണ് റോമാലേഖനം 2:28-29 വചനം, ബാഹ്യമായ യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. ബാഹ്യമായി നടക്കുന്ന പരിച്ഛേദനമല്ല യഥാർത്ഥ പരിച്ഛേദനം. ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ അവന് പ്രതിഫലം ലഭിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. കൈയടിച്ച് കെട്ടാ നന്ദി പാട്ട് ഉച്ചത്തിൽ എന്താണ് കഴിച്ചു? അഭിഷേകം കട്ടെ, കരങ്ങൾ ഉയർത്തി കഴിച്ച് അഭിഷേകത്തോടെ. അതുകൊണ്ടാണ് ജെറമിയ 4:1-5 വരെയുള്ള വചനമാക്കി അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. പ്രസലോഷ്
മുള്ളുകൾക്കിടയിലേക്ക് അഭിഷേകം ഒഴുകില്ല. അഭിഷേകം ഒഴുകണമെന്നുണ്ടെങ്കിൽ ആത്മാവിൽ നിന്ന് ദൈവം നിന്നെ നിറയ്ക്കണമെന്ന്, കൃപ കൊണ്ട് നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ നീ വിശുദ്ധീകരിക്കണം, എളുപ്പപ്പെടും. ഇവിടെ ഏലിയാവ് പുറമെ നോക്കുമ്പോൾ നല്ല കഴിവുണ്ട്, നമുക്ക് ചില നല്ല കഴിവ്, നല്ല ബുദ്ധിമാൻ, നല്ല യെശയ്യാ 66:2 ആത്മാവിൽ വെളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ ആണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും. എളിമ വേണം, ഇതുപോരാ. എന്തൊരു എളിമ വേണം? യോഹന്നാൻ 13:1 മുതൽ 13 വരെ വചനം വായിക്കുമ്പോൾ ഈശോ അന്ത്യ അത്താഴവേളയിൽ ഈശോ വന്നിട്ട് ഈശോ എന്ത് ചെയ്തു? ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകി ചുംബിച്ച് അത്ര താന്നു കൊടുത്തേ. ഫിലിപ്പി ലേഖനം 2 1 മുതൽ 11 വരെ അവിടെയും കാണാം ഈശോ കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. ആകയാൽ ദൈവനെ അത്യധികം ഉയർത്തി നടത്തുന്ന അഭിഷേകം കൊടുത്തു. എളിമപ്പെടുന്നവന് മാത്രമേ അഭിഷേകം കിട്ടുള്ളൂ. എളിമപ്പെടണം. അഹങ്കാരമാണ് സ്പിരിറ്റ്. ജെറമ്യാ 50:31 അഹങ്കാരി ഞാൻ നിനക്ക് എതിരാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അപ്പുറം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ 1000 മടങ്ങ് അപ്പുറത്ത്. പ്രസിലോഷ്. അപ്പം ഞാനിങ്ങനെ പുള്ളി ദേഷ്യം സ്നേഹമുള്ള മനുഷ്യരല്ല. അപ്പം ഞാൻ എന്നും ചീത്തൊന്നും പറഞ്ഞേക്കല്ല, ചുമ്മാ സ്നേഹത്തോടെ. അപ്പം എന്നോട് പറഞ്ഞു, ഡൊമിനിക്കച്ച അഭിഷേകമുള്ളവരെ ഞാൻ ചീത്ത പറയില്ല ഒരിക്കലും. പ്രസിലോഷ്. കാരണം അഭിഷേകമുള്ളവർ ചീത്ത പറഞ്ഞാൽ അത് ബാധിക്കും. അഭിഷേകമുള്ള തൊടില്ല ഞാൻ പറഞ്ഞു, അഭിഷേകമുള്ളവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. പഴയ നിയമത്തിലെ സാവൂളിന് അഭിഷിക്തനായി, അതിനുശേഷം ആളുടെ അഭിഷേകം പോയി, ശരിയാണ്. പക്ഷേ ദൈവം ഒരിക്കൽ തിരഞ്ഞെടുത്ത് ഉയർത്തി അഭിഷേകം കിട്ടിയാണ്. പറയാണേ ഞാൻ ചെയ്യില്ല. അപ്പം പിന്നൊരു ദാവീദ് പലതവണ ദാവീദിന് കൂടെ ദാവീദ് ഒറ്റ കുറ്റം പോലും പറയുന്നില്ല. അഭിഷേകം കിട്ടിയ ഒരാൾക്കെതിരെ ആളെങ്ങനെ പോയാലും മിണ്ടുന്നില്ല. ആള് തലതെറിച്ച് പോയിട്ടും മിണ്ടുന്നില്ല. അഭിഷേകം കിട്ടിയത് തൊടുന്നില്ല. അതിന് കാരണം അഭിഷേകം കിട്ടിയവരറിയാം, അഭിഷേകം കിട്ടിയവന് ചീത്ത പറഞ്ഞാൽ ഈ അഭിഷേകം അങ്ങ് എടുക്കും. ഇന്ന് നമ്മുടെ സഭയിൽ ഒരുപാട് നമുക്ക് അഭിഷേകം പോകുന്നതിൻ്റെ പിന്നിൽ അഭിഷേകം കിട്ടിയവരെ തൊട്ടാൽ അഭിഷേകം പോകും. ഇറ്റ്സ് എ മിസ്റ്ററി. അത് അവരെ അതാണ് ദാവീദ് പറഞ്ഞ നോക്കണ്ടേ, ദൈവം സാവൂളിനെ വിധിച്ചോളും, നമ്മൾ തൊട്ടില്ല. ദൈവം വിധിച്ചോളും, നമ്മൾ ഇടപെടില്ല. അതിന് അവസരം കിട്ടി, നന്നായിട്ട് സാവൂളിനെ തീർക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ കിട്ടി, പക്ഷെ തൊട്ടില്ല. വാ തുറന്ന് ഞാൻ ഒരിക്കൽ പോലും ഈ ദാവീദ് കൂടെയുള്ളവരെ ഇരുത്തിയിട്ട് ഈ അഭിഷേകം കിട്ടിയ ഒരിക്കലും അഭിഷേകം കിട്ടിയ ആളെ സാവൂളിനെതിരെ മിണ്ടിക്കില്ല, തൊട്ടില്ല, ഞാൻ സംസാരിക്കില്ല. ഞാൻ ഒറ്റ ഞാൻ അച്ഛനെ ശ്രദ്ധിച്ച് എനിക്ക് മനസ്സിലായി, ഇത്രയും വർഷം ചെയ്ത് ഒരു ദിവസം പോലും ഒരു കാര്യത്തിൽ പുറകോട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണങ്ങൾ ഒന്ന് ഞാൻ മനസ്സിലാക്കിയത്, അഭിഷേകം കിട്ടിയവരെ ഒരിക്കലും തൊട്ടില്ല. വാ കൊണ്ടുപോലും ചിന്ത കൊണ്ടുപോലും തെറ്റിയില്ല. നമ്മുടെ ജീവിതത്തിൽ നാളുകളുടെ സഭയിൽ നമ്മങ്ങനെ വന്നിട്ടുണ്ടോ, ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ കർത്താവിൻ്റെ കരുണ ഒഴുകൊള്ളൂട്ടോ. ചെറിയ കാര്യമല്ലത്. അഭിഷേകമുള്ളവർക്ക് ഏറ്റവും ചെറിയ പാപം വലിയ പാപമായിട്ട് മനസ്സിലാവും. അഭിഷേകം ഇല്ലാത്തവന് ഒന്നും പാപമല്ല. ഗ്രേസ് പോകുന്ന അറിയില്ല. പ്രസലോഷ്. വീണ്ടും വായിക്കാൻ പോവാ 7. എന്നാൽ കർത്താവ് സാമുവേലിനോട് പറഞ്ഞ്, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാ. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. പ്രസലോഷ്. അഭിനാദാബിനെ സാമുവേലിൻ്റെ മുമ്പിൽ വരുത്തി. രണ്ടാമത്തെ മകനെ അവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവേൽ പറഞ്ഞു. പിന്നെ ജസ്സേ ഷാമായി വരുത്തി. അങ്ങനെ 7 പുത്രന്മാരെ എല്ലാവരെയും കൊണ്ടുവന്നു. പ്രസലോഷ്. എല്ലാവരും വിശുദ്ധി, പക്ഷേ ആത്മാവ് ഇറങ്ങുന്നില്ല. കാരണം ഹോളിയായ ഒരാളെ കിട്ടണേ, ഹോളിനെസ് ഉള്ള ആളെ കിട്ടണേ, വിശുദ്ധിയുള്ള കിട്ടണേ. അപ്പോൾ ചോദിച്ചു, ഇനി നിൻ്റെ വീട്ടിൽ ഇനി ഹോളി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു മകനുണ്ട്, ഇളയവന്, കൊച്ചവന്, ബാലനാണ് അവന് ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുക. പ്രസലോഷ്. അവൻ പണിസ്ഥലത്താണ്, അവൻ ആടുകളെ മേയ്ക്കുന്നിടത്ത്. പെട്ടെന്ന് അവനെ വിളിച്ചു കൊണ്ടുപോവാം. ഹല്ലേലൂയ.
പറയുന്നുണ്ട് 12-ാമത്തെ വചനമേ, ജെസ്സെ അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു. അത് അവൻ്റെ കണ്ണുകൾ, ഒരാളുടെ കണ്ണെ നോക്കിയാൽ കള്ളത്തരയില്ല. അവൻ്റെ കണ്ണോട്ട് നോക്കുമ്പോൾ സാമുവേലിനോട് പറയുന്നേ, ഹോളിയാണ് അവന്. ഈ മ്ലേച്ഛ ചിത്രങ്ങളും ലോകത്തിൻ്റെ ചിത്രങ്ങളും എല്ലാം കണ്ടുകൊണ്ട് നടക്കുമ്പോൾ അഭിഷേകം കിട്ടാതെ വരും. പണം, സുഖം, പേര്, പെരുമ, പ്രശസ്തി, മദ്യം എല്ലാം കെട്ടിപ്പിടിക്കുമ്പോൾ ഔട്ടാകും, അഭിഷേകം പുറത്തു പോകും. ഇവനെ കണ്ടപ്പോടെ പരിശുദ്ധാത്മാവ് പറയാ, ദൈവം പറയാ, ഇത് ഇവനെ അഭിഷേകം ചെയ്യും. ഹോളിയാണവൻ, ഹോളിയാണവൻ, വിശുദ്ധിയുണ്ട്. ജെസ്സെ അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സമൂവേൽ അവൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുടലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്തു. അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ നാമാനിലേക്ക് പോയി. അഭിഷേകം ഇറങ്ങി അവനിലേക്ക്. ഹോളിനെസ് ഉള്ളവരിലേക്ക് വചനം, ഒറ്റ വചനം കേട്ടാൽ അവൻ ഇറങ്ങുവേ. ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹോളിനെസ് സൂക്ഷിക്കുന്ന മക്കൾക്ക് അഭിഷേകം കൂടുകയാണ്. അനുദപിക്കുന്ന മക്കൾക്ക് അഭിഷേകം കൂടുകയാണ്. പാപിക്കൊക്കെ കിട്ടി. പാപത്തെ പശ്ചാത്തപിച്ചാൽ മതി. നന്നായിട്ട് അനുദപിക്കണം, വിശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ച് വേണം വരാൻ. സ്തുതിക്കുന്നു. ഇനി നമ്മൾ നടത്താൻ പോകുന്ന ഇവിടെ ഈശോയോട് പറഞ്ഞു, കഴിഞ്ഞ നാൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി ഇവിടെ വരുന്ന മുഴുവൻ മക്കളെയും അഭിഷേകം ചെയ്യണമെന്നാണ് ആത്മാവിനോട് പറഞ്ഞു വരുന്നത്. അപ്പം അതിനുവേണ്ടി ഒരുങ്ങി വരണം. വിശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് വരണം. വിശുദ്ധീകരിച്ച് വരണം. ഒരു പ്രാവശ്യം അതിനും അഭിഷേകം കിട്ടിയില്ലെങ്കിൽ അതിന് കാരണക്കാരൻ നീയാണ്. നിന്റെ എവിടെയോ നീ അനുദപിക്കാത്ത, പാപത്തെ വർജിക്കാത്തൊരു മേഖല കിടപ്പുണ്ട്. അസൂയോ, അഹങ്കാരോ, വക്രതയോ, വഞ്ചനയോ, ക്രുക്കഡ്നെസ്സോ, കണ്ടിങ് നേച്ചർ. യു ഹാവ് ടു സാങ്ക്ടിഫൈ യുവർ സോൾ ആൻഡ് മൈൻഡ്. വിശുദ്ധീകരിക്കണം. ഇറ്റ്സ് വെരി നെസസറി ടു റിസീവ് ദാറ്റ് anointing of the spirit. അരൂപിയുടെ അഭിഷേകം കിട്ടണം. that you need holiness. വിശുദ്ധി വേണം. യേശു സ്തുതിക്കുന്നു. ബാലനായ ഇവനെ ദൈവം തിരഞ്ഞെടുക്കുക. ജെറമിയെ നോക്കി, ജെറമിയ ബാലനായ ജെറമിയെ തിരഞ്ഞെടുക്കുന്നു. കാരണം ഹോളിനെസ് വേണം. ഇതിനുശേഷം നമ്മൾ കണ്ടുമുട്ടുന്ന വലിയ സംഭവമാണ് ദാവീദും ഗോലിയാത്തും. അഭിഷേകമുള്ളവൻ പേടിക്കുന്നില്ല. ഗോലിയാത്ത് എന്ന് പറ തിന്മ മുന്നിൽ നിൽക്കുക, പൈശാചിക ശക്തി ഒന്നും നിൽക്കുക. ഇവിടെ നോക്കാം, സാമൂള് ഇസ്രായേലിന്റെ ദൈവം അഭിഷേകം ചെയ്തവൻ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ അവൻ അഭിഷേകം പോയതുകൊണ്ട് അവൻ്റെ മുന്നിൽ നിൽക്കുന്ന തിന്മയുടെ ശക്തിയെ ഭയത്തോടെ കാണും. നമ്മൾ തീർക്കുവേ. ശരിയാ, അഭിഷേകം പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം എന്നറിയുമോ? ഭയം. യേശുവെ സ്തുതിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ലച്ചോ, മുന്നോട്ട് പോവുകയല്ല, വാതിൽ അടഞ്ഞു, ഇതെല്ലാം അത് വേറെ വഴിയൊന്നും. ഇനി നെഗറ്റീവ് അടിക്കുകയെ, നെഗറ്റീവ്. അതുകൊണ്ടാണ് അഭിഷേകം പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റിയല്ല. ഒരുപാട് കുടുംബങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം അഭിഷേകം കിട്ടി, ധ്യാനമൊക്കെ, പക്ഷേ കളഞ്ഞത് കൊണ്ടുപോയി, കളഞ്ഞു. ഒരുപാട് നല്ല കൃപയുള്ളവരടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് കൃപ മേടിച്ചിട്ട് പിറ്റേ ദിവസം അത് വിൽപ്പനച്ചരക്കായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനാഥിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇന്നാണ്ടേ ഗോലിയാത്ത് മുന്നിൽ വരുമ്പം ഓട്ടുക. കുടുംബ പ്രശ്നം അവന് ഓടുക, ആത്മഹത്യ ചെയ്തേക്കാം, ജീവിതം തീർത്തേക്കാം, കാര്യമൊന്നുമില്ല. മക്കളെ ഒന്നും രക്ഷപ്പെടും. മക്കളൊരു ഗോലിയാത്ത് പോലെ വീട്ടിൽ നിൽപ്പുണ്ട്, അമ്മ നിൽപ്പുണ്ട്, അപ്പൻ നിൽപ്പുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം യു ലോസ്റ്റ് യുവർ അനോയിന്റിങ്. നിന്റെ അഭിഷേകത്തിലൊക്കെ പോയി. അപ്പോഴാണ് ബാലനായവൻ തൻ്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി യുദ്ധക്കളത്ത് ചെല്ലുമ്പോൾ ഈ ഗോലിയാത്തിൻ്റെ വാക്കുകളും ഈ ഇസ്രായേൽ ജനത്തെ പരിഹസിക്കുന്നത് കണ്ടുകൊണ്ട് കാണുക. അപ്പോൾ ഇവൻ പറഞ്ഞ്, ഞാനൊന്ന് ഇവനെതിരെ ഒന്ന് പൊക്കോട്ടെ. വേണ്ട, നീ പോകണ്ട, നീ കൊച്ചുകുട്ടി വീട്ടിൽ പോയിരിക്കും. കുഞ്ഞുങ്ങൾ നീ വീട്ടിൽ പോയി, നീ ഇന്നത്തെ ഇടപെട്ടാക്കില്ലേ. അവൻ പറഞ്ഞ, അല്ല ഞാൻ നോക്കാം, എന്നെ ഒന്ന് ഏൽപ്പിക്കും കുറച്ച് നേരം, നോക്കട്ടെ.
സമ്മതിക്കില്ല. അവസാനം പിന്നെ നിർബന്ധിക്കപ്പെട്ടപ്പോൾ ഒക്കെ ശരി, നീ കയറിക്കോ. അറിയത്തില്ലേ, അത് ഏറ്റവും വലിയ അഭിഷേകം പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരു കുഴപ്പമുണ്ടേ, അഭിഷേകമുള്ളവരെ തിരിച്ചറിയാൻ പറ്റില്ല. അഭിഷേകം പോയി കഴിയുമ്പോൾ അഭിഷേകമുള്ളവരെ തിരിച്ചറിയാൻ പറ്റില്ല. ഏലിയാബ് കാണുന്നത്, അല്ലെങ്കിൽ ഈ സവൂള് കാണുന്നത് തൻ്റെക്കാളും താഴെയായിട്ടാണ് ഇവനെ കാണുന്നത്. കാര്യവും നിങ്ങൾക്ക് അർത്ഥമൊന്നുമില്ല. അവസാനം പറഞ്ഞേ ശരി, അപ്പോൾ ഇവന് പടച്ചട്ടേ വേണം, നീ യുദ്ധത്തിന് പോകുമ്പോൾ ചുമ്മാ വെറുതെ അവനെ ഉപദ്രവിക്കും. അപ്പോൾ അവരുടെ പടച്ചട്ടയൊക്കെ എടുത്ത് ഇവന് കൊടുക്കുക, അവനെ പുറമേ ഒന്ന് പ്രൊട്ടക്ഷൻ. അപ്പോഴും ബുദ്ധിയാണ് പറഞ്ഞത്. നമ്മുടെ ബുദ്ധി അവർ ചിന്തിക്കുന്ന എല്ലാം കായിക ബലം, കരബലം, ബുദ്ധി, അറിവ്, അതിലൂടെ അവനെ തീർക്കാൻ പറ്റും. അതാണ് ഇന്ന് ലോകത്ത് തിന്മയെ തീർക്കാൻ മനുഷ്യനെടുക്കുന്ന മുഴുവൻ പടച്ചട്ടയും വാളും ബുദ്ധിയും കഴിവും തോക്കും ബോംബും ഒക്കെ ഉപയോഗിക്കുന്നേ. പക്ഷേ അതിന് കാരണം ഒന്നും അറിയോ? പരിശുദ്ധാത്മാവ് പോയി. ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും പത്രങ്ങളും ടെലിവിഷൻ്റെ ഒക്കെ മുമ്പിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുള്ളവൻ്റെ മുന്നിലേ ഇരിക്കാവുള്ളൂ, അല്ലാത്തവൻ്റെ മുമ്പിൽ നിന്നാൽ നിന്റെ കിട്ടിയ കൃപ പോയിരിക്കും. ഒത്തിരി പേർക്ക് പോയത് അവിടെയെല്ലാം പോയിരുന്നാണ്. വേണ്ടാത്ത ചർച്ചകളെല്ലാം പോയിരിക്കുമ്പോൾ നിന്റെ കൃപ പോകും. നിനക്ക് അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇങ്ങ് വരരുത് നിങ്ങൾ. 1995 പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്ത കാര്യം, ഒന്ന് പുസ്തകം അടച്ചു, ഒന്ന് പുസ്തകം തുറന്നു. ഒരു വാതിൽ അടച്ചു, ഒരു വാതിൽ തുറന്നു. അടച്ചത് ലോകത്തിൻ്റെ ബുദ്ധിജീവികളുടെ സാധനമെല്ലാം അങ്ങ് പൂട്ടി. ഞാൻ ഒരു 3 വർഷം ഈ വാട്സപ്പ് രൂപതയുടെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഞാൻ ഉപയോഗിക്കുമായിരുന്നു. വ്യത്യാസ കാര്യങ്ങൾക്ക് വേണ്ടി അറിയിപ്പ് കിട്ടും. അപ്പോൾ ആ നാളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങളിങ്ങനെ ലേഖനങ്ങളൊക്കെ പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ വചനത്തിൻ്റെ കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ശരി, വേറെ പല വിഷയം പെട്ടെന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇത് സാധനം മാറുവേ, നമുക്ക് കിട്ടി കൃപ മാറിക്കളയും. വേണ്ടത് കിട്ടിയും നമ്മൾ മാറിപ്പോവേ, ഒറിജിനിൽ നിന്ന് മാറി നമ്മൾ അവൻ നമ്മുടെ മേലാവുകയെ. ഞാൻ എന്ത് ചെയ്തു? വാട്സപ്പായി കട്ട് ചെയ്ത് കളഞ്ഞു. 3 വർഷം മുമ്പ് 4 വർഷം വല്ലപ്പോഴും അന്ന് ഒഫീഷ്യലായ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കും. അന്നപ്പോഴും സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇന്ന് രാവിലെ എടുത്തപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത്, എനിക്ക് ആദ്യം കിട്ടിയ സംഭവം മാറിയേക്കരുത് കേട്ടോ പരിശുദ്ധാത്മാവേ, അത് മതി, ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് മാത്രം യേശുവേ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നു. നിന്നെ അനോയിന്റ് ചെയ്തപ്പം കർത്താവ് തന്നൊരു കൃപയുണ്ട്. ആ കൃപ കളഞ്ഞേക്കരുത്. യേശു ശരിയാണോ അച്ഛൻ പറയുന്നത്? വിശ്വസിക്കുന്നു. ചിലരുണ്ട് 10-15 കൗൺസിലേഴ്സിൻ്റെ പുറകെ ഓടി നടക്കും. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? ഓരോരുത്തരും മാറി എന്ത് ചെയ്യും? ആകെ വച്ച വിഷം വെച്ച് അവിടെ കൗൺസിൽ, പിന്നെ അങ്ങനെ പോയി ഇവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് അങ്ങനെ പോയി. അഭിഷേകമില്ലാത്തവനൊന്നും മനസ്സിലാകില്ല. അഭിഷേകമില്ല ഉള്ളവന് ഉള്ളിൽ തന്നെ ആത്മാവ് പറഞ്ഞിരുന്നു, നീ പോകേണ്ട വഴി, നീ പോകാൻ പാടില്ലാത്ത വഴി ഉള്ളിൽ പറഞ്ഞു തരുവേ. ഇതാണ് വഴി, ഇതിലേ പോകുക. ഇതാണ് വഴി, ഇതിലേ പോകുക. ആമേൻ. ഒരു അമ്മയും പറഞ്ഞ് ആമേൻ. ഈ സമയത്ത് അത്ഭുതം ഇറങ്ങട്ടെ. ഈ കൂട്ടായ്മ മൊത്തം പരിശുദ്ധമാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർവ്വ ഹല്ലേലൂയ. എന്നോട് കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ നാടുനീളെ വചനം കേൾക്കാൻ പോയേക്കരുത്. എല്ലാ അഭിഷേകങ്ങളും നിങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അതാണ് പൗലോസിലെ യോഹന്നാൻ 4:1 പറയും, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. പരിശുദ്ധാത്മാവാണോ വചനം പ്രസംഗിക്കുന്നത്, പിശാചാണോ പ്രസംഗിക്കുന്നത്? ശ്രദ്ധിച്ചറിഞ്ഞണം. ഈശോമിശിഹായോട് പ്രസംഗിച്ചത്, ഈശോമിശിഹായോട് നമുക്കറിയില്ല, ഇപ്പോൾ 40 ദിവസം ഈശോ പ്രാർത്ഥിച്ചിട്ട് വരുമ്പം പിശാച് വചനം കൊടുക്കുന്നത് കാണാൻ പറ്റും. തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ?
എല്ലാം വെട്ടി വിഴുങ്ങുക. അപ്പം എന്തു പറ്റി? അവസാനം നീ തീർന്നു. മൊത്തം എന്ത് കയറി? കൺഫ്യൂഷൻ, മൊത്തം കൺഫ്യൂഷൻ. കുറച്ചാൾ മുമ്പ് ഞാൻ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ഇങ്ങനെ ഒരു ഡെലിവറൻസിൻ്റെ നല്ല അഭിഷേകം നടക്കുക, ശുശ്രൂഷ നടക്കുക. അപ്പോൾ ഒരു ആളിൻ്റെ കൂടെ ഈ ഡെലിവറൻസിൻ്റെ ഒക്കെ ശുശ്രൂഷയിലൊക്കെ പഠിച്ചിട്ടാണ്, നല്ല പഠനങ്ങളൊക്കെ നടത്തി, നല്ലൊരു മനുഷ്യൻ, നല്ല കുഴപ്പക്കാരൊന്നുമില്ല കേട്ടോ, നല്ല ഗ്രീസർ, നല്ല ഹൗളിയായ വളരെ വിശുദ്ധനായ മനുഷ്യൻ എൻ്റെ കൂടെ ഇങ്ങനെ നടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ശുശ്രൂഷ ഭയങ്കര ഈശോ നന്നായിട്ടങ്ങ് പ്രവർത്തിച്ചു കാണാമായിരുന്നു ശരിക്കും. അപ്പോൾ ഓരോ കേസും ആത്മാവിനോട് പറഞ്ഞിരും, അതും പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിക്കും, അപ്പോൾ ഈ മനുഷ്യതെല്ലാം കേൾക്കുന്നു, ഞാൻ ചോദിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നില്ല. ചിലപ്പോൾ പുള്ളി അങ്ങ് പേടിച്ച അവസാനം മുട്ടുകുത്തി ഒരു പ്രാർത്ഥനയൊക്കെ എടുത്ത് പിടിച്ചിട്ട്, അച്ഛൻ ഇത് എങ്ങനെയാണ് പഠിച്ചെടുത്തത്? ഞാൻ പറഞ്ഞു, എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ആരെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടം വരെ ഇല്ല. നമ്മളെ പരിശുദ്ധമാവ് പഠിപ്പിക്കണം, അഭിഷേകം പഠിപ്പിക്കും. അത് ആത്മാവ് തന്നെ ഉള്ളിൽ പറയും, ഇതാണ് വഴി, ഇതിലേ പോകുക, ഇതാണ് പ്രോബ്ലം, അതിന് ഇന്ന മരുന്ന് കൊടുക്കുക, ഇതാണ് കറക്റ്റ്, ഇതിലേ പോകുക. ഇത് ആത്മാവ് തന്നെ പറഞ്ഞു തരും. അല്ല വല്ലവരും പറഞ്ഞത് ഏറ്റു പറയുന്നവനല്ല അഭിഷേകം, സ്വയം ആത്മാവിൽ വരുന്നതാണ് അഭിഷേകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, അഭിഷേകം. എല്ലാം തുറന്ന് പ്രാർത്ഥിച്ചോണം, എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതരം നിശബ്ദമാക്കിക്കൊണ്ട് ഹൃദയം ചലിപ്പിക്കുക. അതരത്തെ നിശബ്ദമാക്കി ഹൃദയം ചലിപ്പിക്കുക. ഉള്ളു കാണും ദൈവമാണ്. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ. കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് പാടാം. അടിയനിതാ വീശോ, അടിയനിതാ വീശോ, അടിയനിതാ വീശോ, അടിയനിതാ അടിയനിതാ വീശോ, അടിയനിതാ വീശോ, അടിയനിതാ വീശോ,
സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒറ്റ വിളിച്ചോയേ. അഭിഷേകം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ സമയത്ത് ബന്ധന പ്രാർത്ഥന നടക്കാൻ പോവാണ്, വിടുതലിൻ്റെ പ്രാർത്ഥന നടക്കാൻ പോവാണ്. മത്തായി 16, 18, 19. എന്തെന്നോ പത്രോസ്, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിലെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും, നീ ഭൂമി കെട്ടുമ്പോൾ സ്വർഗത്തിലും കെട്ടപ്പെട്ടതായിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുമ്പോൾ സ്വർഗത്തിലും അഴിക്കപ്പെട്ടത് ആയിരിക്കും. സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. മക്കൾ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ബന്ധിക്കുന്ന ഈശ്വര നാമത്തിൻ്റെ കൽപ്പന ഈ കൂട്ടായ്മയുടെ മേൽ, ഈ മക്കളുടെ മേൽ, ഈ ദേശത്തിൻ്റെ മേൽ, ഇവരുടെ മേലെല്ലാം പ്രവർത്തിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, അവയവങ്ങൾ, കുടുംബത്തിൽ, മാതാപിതാക്കൾ, ഈ അന്തരീക്ഷത്തിൽ ഞങ്ങൾ പോരുന്ന വഴികൾ ചുറ്റുമൊക്കെ രഹസ്യമായും പരസ്യമായും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ, വസ്തുക്കളുടെ, സാഹചര്യങ്ങൾ, സംഭവങ്ങളിലൂടെ കടന്നു വരുന്ന നെഗറ്റീവ് സ്പിരിറ്റുകൾ, പൈശാചിക ആത്മാക്കൾ, അശുദ്ധിയുടെ ആത്മാക്കൾ, തിന്മയുടെ ആത്മാക്കൾ, മൊത്തം അരൂപികൾ കൂട്ടത്തോടെ എസ് 22, 22, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ടൊന്ന് ബന്ധിക്കുന്നു. യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ബന്ധിച്ച് ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, 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 ഉയർത്തിപ്പിടിക്കുന്നു. അഴിയട്ടെ, അഴിയട്ടെ, അഴിഞ്ഞു പോകണം, എത്ര തന്നെ അഴിയട്ടെ, അഴിയട്ടെ. സാംസോണിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറുകളും എല്ലാം കത്തിക്കരിഞ്ഞ് പോയതുപോലെ ഇപ്പോൾ തന്നെ ഈ കൂട്ടായ്മയിൽ ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. സ്വർഗപിതാവെ, അവിടുത്തെ പുത്രനായ ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിലെ മുഴുവൻ മക്കളുടെ മേൽ, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. അപ്പോസ്തല പ്രവർത്തനം 16:25 അഭിഷേകം. തടവറയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ട് ബന്ധനങ്ങൾ ചകല പൊട്ടിക്കട്ടെ. പാപരോഗ ശക്തികൾ അഴിഞ്ഞു പോകട്ടെ. ശ്രമത്തിൽ പാപരോഗ ശക്തികൾ അഴിയട്ടെ. തകർച്ചകളുമായിട്ട് ബന്ധിച്ചു പോട്ടെ, ചങ്ങല പോട്ടെ. ശ്രമത്തിൽ കുടുംബത്തിലെ, മക്കളിൽ, മാതാപിതാക്കൾ, ജീവിതമക്കൾ, ദേശത്ത്, രാജ്യത്ത് പ്രവർത്തിക്കുന്ന സാത്താന്റെ ആത്മാക്കളെ യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. ലൂക്കാ 8:30 ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, ഉയർത്തിപ്പിടിക്കട്ടെ, ഉയർത്തിപ്പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥനയും ഒഴുകുന്നു. അഭിഷേകം പെയ്തിറങ്ങുന്നു, പെയ്തിറങ്ങുന്നു, പെയ്തിറങ്ങുന്നു. അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ കൂട്ടായ്മയിൽ. അനേക മക്കളുടെ ബന്ധനം അടയാളത്തോടെ പുറത്തു പോകുന്നു. വീണഴിഞ്ഞു പോകട്ടെ, ബന്ധനം അഴിഞ്ഞു പോകട്ടെ, ശബ്ദം അഴിഞ്ഞു പോകട്ടെ, വീണഴിഞ്ഞു പോകട്ടെ, ബന്ധനം അഴിച്ചു പോകട്ടെ, ചങ്ങല പൊട്ടിപ്പോട്ടെ. ഈ കൂട്ടായ്മയിൽ ഇവിടെ കുടുംബങ്ങൾ പ്രവർത്തിക്കുന്ന മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, ജഡിക പാപങ്ങൾ, കൈനോട്ടം, രാഹുകാലം, സാത്താൻ്റെ ആരാധനകൾ, സൈറ്റൻ വർഷിപ്പുകൾ, പൈശാചികത്തിൽ ആരാധിച്ചിട്ടുള്ള മക്കൾ, രഹസ്യമായും പരസ്യമായും സാത്താനെ ആരാധിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവൻ്റെ മേൽ, അവളുടെ മേലും, കുടുംബം മുഴുവൻ്റെ മേലും പ്രവർത്തിക്കുന്ന ദുഷ്ടപിശാചികൾ, അശുദ്ധാത്മാക്കളെ, പൈശാചിക ശക്തികൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, മാറിപ്പോ യേശുനാമത്തെ അടിച്ചു മാറ്റുന്നു. ഈ വചനം കേൾക്കുന്ന മുഴുവൻ മക്കളിലുള്ള കെട്ടടിച്ചു വിടുന്നു. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. ഈ കൂട്ടായ്മയുടെ മേൽ ദേശം മുഴുവൻ പ്രവർത്തിക്കുന്ന വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ, നിരാശയുടെ, കുറ്റബോധത്തിൻ്റെ, ആകുലതയുടെ, അഹങ്കാരത്തിൻ്റെ, യുക്തിചിന്തകളുടെ, അവിശ്വാസത്തിൻ്റെ, എതിർചിന്തകളുടെ, നിരാശയുടെ, തിന്മയുടെ ആത്മാക്കളെ മൊത്തത്തോടെ ഈശോമിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു, 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 ബന്ധിക്കുന്നു. I bind them in the name of Jesus, the name of Jesus, the name of Jesus Christ of Nazareth. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, ഉയർത്തിപ്പിടിക്കട്ടെ, ഉയർത്തിപ്പിടിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരു ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ,
കുടുംബത്തെ തകർച്ച, വിവാഹ പ്രശ്നങ്ങൾ, പഠനമേഖല ബന്ധനങ്ങൾ, കുടുംബത്തിലെ പ്രാർത്ഥനയില്ലാത്ത കുടുംബം, തകർന്ന കുടുംബം, ഭിന്നതയുള്ള കുടുംബം, പ്രേമബന്ധങ്ങളിൽപ്പെട്ട മക്കള്, അവിഹിത ബന്ധങ്ങളിൽപ്പെട്ട മക്കള്, ആ മക്കളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ രൂപികൾ, ഈ കൂട്ടായ്മയിൽ യുവാക്കൾ, യുവതികളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടപിശാസുകളെ ബുദ്ധിയിലും ശരീരത്തിലും മനസ്സിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളിലൂടെ, വസ്തുക്കളിലൂടെ, സാഹചര്യങ്ങളുടെ, സംഭവങ്ങളുടെ പഠനത്തിലൂടെ ഒക്കെ കടന്നു തിന്മയുടെ രൂപികൾ ഈ കൂട്ടായ്മയിൽ ആരെല്ലാം ആവസിച്ചിട്ടുണ്ടോ അവരുടെ വളരെ ദുഷ്ടാരൂപിയോട് ഞാൻ ആജ്ഞാപിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ കൽപ്പിക്കുന്നു, ആ മക്കളെ വിട്ട് പുറത്തു പോകണം, നിത്യാന്ധകാരത്തിലേക്ക് പ്രകൽപ്പിക്കുന്നു. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. The name of Jesus Christ. 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 In the name of Jesus Christ, I break all evil chains. രോഗപീഠകൾ ഈ കൂട്ടായ്മയുള്ള മക്കളുടെ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ബ്ലഡ് ക്യാൻസർ, ബോൺ ക്യാൻസർ രോഗപീഠകളെ വലയുന്ന മക്കളാരെല്ലാം ഉണ്ടോ, ആ മകൻ്റെ മേൽ, ആ മകളുടെ മേൽ, ആ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന മാരക രോഗത്തെ, പൈശാചിക ശക്തിയെ ആ കുഞ്ഞിൻ്റെ മേൽ, ആ രോഗത്തോട് ഞാൻ കൽപ്പിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം ആ മക്കളെ വിട്ടുപോകണമെന്ന് കൽപ്പിക്കുന്ന ശ്രമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന മാറിപ്പോട്ടെ. യേശു നാമത്തെ അഴിച്ചുവിടുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ കൂട്ടായ്മയുള്ള മക്കൾ ട്യൂമറുകൾ ഉണ്ടെങ്കിൽ, ശരീരത്തിൽ തലച്ചോറ് ട്യൂമർ, കരൾ ട്യൂമറിൽ, ലിവറിൽ ട്യൂമറുണ്ട്, ലങ്സിന് ട്യൂമർ, കിഡ്നിക്ക് ട്യൂമർ, ഉദരത്തിൽ ട്യൂമർ, ക്യാൻസർ ട്യൂമർ, ശരീരത്തിൽ ഏതെല്ലാം കോശത്തിരിപ്പുണ്ടോ ആ ട്യൂമറുകളെ കൂട്ടത്തോടെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിച്ചിരിക്കുന്നു, ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. 8:30 ബഹിഷ്കരിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള മക്കൾ ആരിലല്ല കുടുംബങ്ങളിൽ ഓട്ടിസം കുഞ്ഞുങ്ങളുണ്ട്, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ ഈ ദേശത്ത് ഈ കൂട്ടായ്മയിലുള്ള വന്നിരിക്കുന്ന നൂറുകണക്കിന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ലോകം മുഴുവനുള്ള ഒട്ടിസ്റ്റ് കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആ കുടുംബങ്ങളെ സമർപ്പിച്ച്, മാതാപിതാക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയെ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം എന്ന ആ രോഗത്തെ, ബന്ധനത്തെ യേശുനാമത്തിൽ അഴിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ശബ്ദത്തിൽ അടഞ്ഞ നാവ് തുറക്കപ്പെടട്ടെ, അടഞ്ഞ ചെവികൾ തുറക്കപ്പെടട്ടെ, ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന യേശു ക്രിസ്തു നാമത്തിൽ, യേശു ക്രിസ്തു നാമത്തിൽ, യേശു ക്രിസ്തു നാമത്തിൽ ഒറ്റ വിളിച്ചോ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതികളുടെ രോഗങ്ങൾ, മക്കളില്ലാത്ത ദമ്പതികളുടെ പൈശാചിക രോഗപീഠകൾ, ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കാരം അറിയട്ടെ. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, അത്ഭുതം സംഭവിക്കട്ടെ, കൃപയോടുകട്ടെ, പരിശുദ്ധമായ ശക്തി അവരുടെ തരട്ടെ, പരിശുദ്ധമായി ഇറങ്ങട്ടെ, മക്കളുടെ മേൽ അഭിഷേകം ഇറങ്ങട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള മക്കളിൽ, കുടുംബങ്ങളുള്ള മദ്യപാനത്തിൻ്റെ ബന്ധനം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികളുടെ ബന്ധനത്തിൽ കഴിയുന്ന മക്കൾ ഈ കൂട്ടായ്മയിൽ ആരെല്ലാം ഉണ്ടോ, ഈ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ടോ, മദ്യം, മയക്കുമരുന്ന്, ലഹരികൾ, കഞ്ചാവ്, പുകവലിക്ക് തടിമപ്പെട്ട മക്കൾ, അവരുടെ മേൽ ഒത്തിമേണ്ട ശക്തികളെ മുഴുവൻ അടിക്കുന്നു. യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. പരിശുദ്ധമായ ശക്തി ഇറങ്ങട്ടെ, ശക്തിയോടെ ഇറങ്ങട്ടെ. ഒറ്റ വിളിച്ചോ. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ.
രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ